നമസ്കാരം. കാസർഗോഡ് ആസ്ഥാനമായി വളരെ കുറഞ്ഞ ചെലവിൽ ഓൺലൈനിലൂടെ കോഴ്സുകൾ ലഭ്യമാക്കുന്ന സീഡ് ഇൻ്റർനാഷണലിൻ്റെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വിഭാഗത്തിൽപ്പെട്ട വെയർഹൗസിംഗ് കോഴ്സിനെ കുറിച്ചാണ് നിങ്ങളോട് ഈ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കുന്നത്. പൂർണ്ണമായും ഓൺലൈൻ കോഴ്സാണെങ്കിലും പരീക്ഷയടക്കം ഓൺലൈനിലാണെങ്കിലും പ്രിൻ്റഡ് ടെക്സ്റ്റ് ബുക്കും അതേപോലെ 24 മണിക്കൂറും ട്രെയിനറുമായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും സാധിക്കുന്ന ഈ കോഴ്സ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സെന്നോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സെന്നോ ഫീൽ ചെയ്യാത്ത വണ്ണം അത്ര അധികം നിങ്ങൾക്ക് ഉപകരിക്കും. നിലവിൽ 6 ബാച്ചുകൾ ഈ കോഴ്സിന് നടത്തിക്കഴിഞ്ഞു. വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുകയും പലർക്കും നല്ല പ്ലേസ്മെൻറ്റ് തന്നെ ലഭിക്കുകയും ചെയ്ത ഈ കോഴ്സിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പഴയകാലത്ത് മനുഷ്യരുടെ എല്ലാം അടിസ്ഥാനമായ തൊഴിൽ മേഖല കൃഷി മാത്രമായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. പിന്നീട് വന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് കാർഷിക വൃത്തിക്ക് മുകളിൽ ജീവിത സാഹചര്യങ്ങളും തൊഴിലും മെച്ചപ്പെടുത്തിയത്. പലതരം മാറ്റങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമായെങ്കിലും നീണ്ടു പോയത് അതിൻ്റെ പ്രതാപം അവസാനിച്ചത് 2000-കളിൽ ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഉപയോഗത്തിൻ്റെ ആധിക്യം വന്നപ്പോഴാണ്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കുന്ന മേഖലയായി IT സെക്ടർ മാറി. എൻജിനീയറിംഗ്, പ്രോഗ്രാമിംഗ് എന്നുള്ള ഹൈ ലെവൽ പോസ്റ്റ് കൂടാതെ തന്നെ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ സാധാരണ എല്ലാവർക്കും ചെയ്തു പോകാവുന്ന ഒരു ജോലി മേഖല തന്നെയായി IT മാറി. എന്നാൽ 2020 ആയപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ലോജിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും ഡിപ്ലോമയും സർട്ടിഫിക്കറ്റും ഒക്കെ ധാരാളം കോഴ്സുകളായി നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അതിലെല്ലാം തന്നെ പഠിക്കുന്നത് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെയർ ഹൗസിംഗ് എന്നിവയാണ്. ബിസിനസ് ലോജിസ്റ്റിക്സ് എന്നാൽ ഒരു മൂവ്മെൻ്റ് എന്നേ അർത്ഥമുള്ളൂ. അതായത് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു ചരക്ക് എത്തിക്കുക. ഇതാണ് ഒരു ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എയർ മാർഗമാകാം, കടൽ മാർഗമാകാം, റോഡ് മാർഗമാകാം, റെയിൽ മാർഗമാകാം. റോ മെറ്റീരിയലോ ഫിനിഷ്ഡ് ഗുഡ്സോ ഫിസിക്കലി സൂക്ഷിക്കുന്ന ഇടമാണ് വെയർഹൗസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയർഹൗസിൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും സഹായത്തോടു കൂടി ഉൽപ്പാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്നുള്ള സാമ്പത്തികം ഉൽപ്പാദകന് അല്ലെങ്കിൽ മാനുഫാക്ചറർക്ക് ലഭിക്കുമ്പോൾ അവിടെ ഒരു സപ്ലൈ ചെയിൻ പ്രോസസ്സ് പൂർത്തിയായി എന്ന് പറയാം. വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഗോഡൗൺ സിസ്റ്റത്തിലേക്ക് ഇൻവെൻട്രി സോഫ്റ്റ്വെയറുകളും അഥവാ വെയർഹൗസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളും വന്നതോടുകൂടിയാണ് വെയർഹൗസുകൾക്ക് ഇത്രയധികം പ്രാധാന്യം ലോജിസ്റ്റിക്സിൽ ഉണ്ടായത്. മറ്റൊന്ന് IT പോലെ തന്നെ 10 കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും ഡിഗ്രി PG കഴിഞ്ഞവർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി നേടാം. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും അവരവർക്ക് തന്നെ വളർച്ച വേണം എന്നാഗ്രഹിച്ച് അത് മുന്നോട്ട് പഠിക്കാനുള്ള ആഗ്രഹവുമുള്ളവർക്ക് തീർച്ചയായും വളർച്ചയുള്ള മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ. പണത്തിൻ്റെ ഒഴുക്കുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ശമ്പളത്തിനും കാര്യമായ ബുദ്ധിമുട്ടില്ല. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പോലും തെറ്റില്ലാത്തൊരു സാലറി ലോജിസ്റ്റിക്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പരസ്യങ്ങളിലൊന്നും കാണുന്ന പോലെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വളരെയധികം സാലറി ഒന്നും ആദ്യമേ തന്നെ ഓഫർ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. എപ്പോഴും തൊഴിൽ പരിചയത്തിനാണ് മുൻഗണന. ലോജിസ്റ്റിക്സിൽ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലും കൂടുതൽ ഇത് പഠിച്ച് എക്സ്പീരിയൻസ് നേടുമ്പോഴാണ് ഒരാൾ വളരെ നല്ല സാലറി സ്കെയിലിലേക്കും മാനേജർ ലെവലിലേക്കും മാറുന്നത്. അത് വെയർഹൗസ് മാനേജർ ആയാലും ലോജിസ്റ്റിക്സ് മാനേജർ ആയാലും ഒരേപോലെ തന്നെ. അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് മാറി, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ നിന്ന് IT-യിലേക്ക് മാറി, അതേപോലെ തന്നെ ലോജിസ്റ്റിക്സിലേക്ക് മാറിയെങ്കിൽ ഇന്ന് അടുത്ത വളർച്ച നടക്കുന്നുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലാണ്. ഇത് ലോജിസ്റ്റിക്സുമായി ക്ലബ്ബ് ചെയ്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ മാറ്റം വന്നെന്ന് പറഞ്ഞാലും കൺസ്യൂമേഴ്സും കസ്റ്റമേഴ്സും ഉള്ളിടത്തോളം കാലം ലോജിസ്റ്റിക്സിന് നിലനിൽപ്പുണ്ട്. 2019 കോവിഡ് മഹാമാരിയാണ് സത്യത്തിൽ ലോജിസ്റ്റിക്സ് മേഖലയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയത്. 2019 കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പ്രധാനമായും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ആപ്പുകളുടെ സഹായത്തോടു കൂടി ഫുഡ് ഡെലിവറി ഒക്കെ റിസീവ് ചെയ്തിരുന്നത്. എന്നാൽ കോവിഡ് സമയത്ത് കഥയാകെ മാറി. മരുന്നുകളും ഭക്ഷണം, വസ്ത്രം എന്നു വേണ്ട ഇന്ന് എന്തൊരു സാധനവും ഡെലിവറി ചെയ്യുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. എന്തിനു പറയുന്നു, 3-4 മുറിയുള്ള ബെഡ്റൂമുള്ള വീടുകൾ പോലും നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തുന്ന കാലം കഴിഞ്ഞു. പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഉപഭോക്താവിന് ഉൽപ്പാദകൻ സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ കൃത്യമായി കാശ് കിട്ടും. അതുകൊണ്ടാണല്ലോ ഉപഭോക്താവ് ഓർഡർ ചെയ്യുന്നത്. തീർച്ചയായും അതിനിടയ്ക്ക് നിൽക്കുന്ന ലോജിസ്റ്റിക്സുകാർക്കും അതുകൊണ്ട് തെറ്റില്ലാത്ത വിധം ഒരു സാലറിയും ബെനിഫിറ്റും ഇത് ഓഫർ ചെയ്യും.
വെയർഹൗസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ സാധനങ്ങൾ ഇൻവെൻറ്ററിയിൽ എൻട്രി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സൂക്ഷിച്ചു വച്ച ഈ സാധനങ്ങളൊക്കെ തന്നെയും വളരെ പെട്ടെന്ന് റിട്രീവ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയാണ് വെയർഹൗസിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അനേകം റെസ്പോൺസിബിലിറ്റീസും അനേകം ഫംഗ്ഷൻസും വെയർഹൗസിനുണ്ട് എന്നെങ്കിൽ തന്നെയും നിലവിൽ നഷ്ടസാധ്യതയുള്ള സൂപ്പർ മാർക്കറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ വെയർഹൗസിംഗ് സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എത്ര ലക്ഷം രൂപ വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കോടി രൂപ വേണ്ടി വരും? പ്രധാനമായും ലൈസൻസ്, ബിൽഡിങ്, മറ്റാവശ്യങ്ങൾ, തൊഴിലാളികൾ, കറണ്ട്, ബാക്കിയുള്ള ചിലവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സാധനങ്ങൾ ഡിസ്പ്ലേയിലേക്ക് വയ്ക്കുന്നു. എത്രയൊക്കെ ഡിസ്പ്ലേയിലേക്ക് വെച്ചെന്ന് പറഞ്ഞാലും തീർച്ചയായും നമുക്ക് അവിടെ ഒരു ഡെലിവറി ആവശ്യമുണ്ട്. അത് നമുക്ക് സ്വിഗ്ഗി വഴിയോ സൊമാറ്റോ വഴിയോ അതല്ല നമ്മുടെ തന്നെ ഡെലിവറി ബോയ്സ് വഴിയോ ഒക്കെ തന്നെ നമുക്ക് നടത്താം. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷങ്ങൾ മുടക്കിയാലാണ് ലക്ഷങ്ങൾ തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി തൊഴിൽ സമരങ്ങളോ അല്ലെങ്കിൽ വൈദ്യുതി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ഇതൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വലിയ സൂപ്പർ മാർക്കറ്റ് നഷ്ടത്തിലേക്ക് ഊപ്പുകുത്തുകയും അടുത്ത ആൾ അത് മേടിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. വീണ്ടും അത് കൈമാറി പോകുന്നൊരു സിസ്റ്റമാണ് നമുക്ക് എല്ലാവരുടെയും മുമ്പിലുള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വെയർഹൗസിംഗ് പഠിച്ചാൽ അങ്ങനെയല്ല. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന ജോലി വെറും 100 സ്ക്വയർ ഫീറ്റിൻ്റെ വെയർഹൗസ് നമുക്ക് വേണ്ടി ചെയ്തു തരും. കാരണം വളരെ റാക്ക് ആൻഡ് ഷെൽഫ് രീതിയിലും ബിൻ രീതിയിലും കൃത്യമായ രീതിയിൽ അടുക്കി വയ്ക്കുന്ന സാധനങ്ങൾ ഇൻവെൻറ്ററി റീഓർഡറിൻ്റെ സഹായത്തോടുകൂടി പൂർണ്ണമായ ആ മുറിയുടെ മുക്കും മൂലയും ഉപയോഗപ്പെടുത്തി നമുക്ക് കച്ചവടം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 5000-ഉം 10000-ഉം വലിപ്പമുള്ള സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കച്ചവടം വളരെ നിസ്സാരമായ രീതിയിൽ നമുക്ക് ഒരൊറ്റ മുറിയിൽ ഒപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് വെയർഹൗസിംഗ് നമുക്ക് തരുന്ന മെച്ചം. റോഡ് സൈഡിൽ വളരെയധികം ആകർഷണീയമായി ചിലവാക്കി ചെയ്യേണ്ട ഷോപ്പുകളിൽ നിന്ന് വിഭിന്നമായി ആരും അറിയാതെ റിമോട്ട് ഏരിയയിൽ പോലും വളരെ കുറഞ്ഞ വാടകയിൽ ഒരു വെയർഹൗസ് നടത്തിക്കൊണ്ട് പോകാവുന്നതാണ്. അതായത് വെയർഹൗസിംഗ് നന്നായി പഠിച്ചൊരു വ്യക്തിക്ക് കുറച്ച് ബിസിനസ് സ്കില്ല് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൂപ്പർ മാർക്കറ്റിനെക്കാട്ടിലും മുകളിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു വലിയ ബിസിനസ് പ്രസ്ഥാനം സ്വന്തമായി റൺ ചെയ്ത് നേട്ടമുണ്ടാക്കാമെന്ന് അർത്ഥം. അനാവശ്യമായി വളരെ കൂടിയ ഫീസൊന്നും ചിലവാക്കാതെ വെറും 9,900 രൂപ 2 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെയർഹൗസ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ സീഡ് ഇൻ്റർനാഷണലിൻ്റെ ഓൺലൈൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അറിവ് ലഭിക്കും. കൂടാതെ 24 മണിക്കൂറും ട്രെയിനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഓൺലൈൻ കോഴ്സായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ നിങ്ങളുടെ സമയത്തിനാണ് ക്ലാസ്. അത് നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് യൂസർ നെയിം പാസ്വേഡ് അനുസരിച്ച് നിങ്ങൾക്ക് കയറിയാൽ മതി. അല്ലാണ്ട് ക്ലാസ് സൂം മീറ്റിങ്ങോ വെച്ചിട്ട് നിങ്ങളുടെ സമയം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഏത് സമയത്ത് 24 മണിക്കൂറും ട്രെയിനർ അവൈലബിൾ ആയിരിക്കും. പിന്നെ പ്രിൻ്റഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സമയം പോലെ വായിച്ച് പഠിക്കാവുന്നതുമാണ്. എക്സാമിനേഷൻ ഓൺലൈനാണ്. എക്സാമിനേഷന് വേറൊരു പ്രത്യേകത, അത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. 100% അത് പാസ്സാവാണ്ടിരിക്കില്ല. കാരണം അത്ര സിമ്പിളായിട്ടാണ്, മലയാളത്തിലാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. സിമ്പിൾ ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത്. പൂർണ്ണമായും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ധാരാളം കുട്ടികൾ അല്ലെങ്കിൽ ധാരാളം ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അകത്തുനിന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മാസത്തെ ഫാസ്റ്റ് ട്രാക്ക് കൊണ്ട് നടത്തുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അറിവുകൾ നേടാനായിട്ട് ഞങ്ങളോട് സഹകരിക്കുക. സ്നേഹത്തോടെ ഈ കോഴ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇനി അഥവാ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെബിനാറിന് വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സൗജന്യ വെബിനാറാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ കോഴ്സിനെ പറ്റിയും വെയർഹൗസിംഗ് ലോജിസ്റ്റിക്സ് മേഖലയെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസ് തന്നെയാണ് ഈ കോഴ്സ് നടത്തുന്നതും. 24 മണിക്കൂറും ട്രെയിനേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉറപ്പു നൽകുന്നു. 2 മാസത്തെ ഈ കോഴ്സ് പാസ്സായ ശേഷം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് ആവശ്യമായ സഹായം ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്ട്രാ 1 മന്ത് കോഴ്സും ഇവിടെ നടത്തുന്നുണ്ട്. അതും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതും വളരെ ചെറിയ ഫീസിൽ മാത്രം. തീർച്ചയായും നിങ്ങളുടെ പണത്തിനൊത്ത മൂല്യം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു.